എയ്ഡറിന്റെ LSS കോച്ചിംഗ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. EVSൽ അഥവാ പരിസര പഠനത്തിൽ പാഠ്യവിഷയവുമായി ബന്ധപ്പെട്ട് LSSന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടാണ് ഡാഷ്. ഓപ്ഷൻ എ പരസ്പരാശ്രയത്വം, ഓപ്ഷൻ ബി ആവാസ വ്യവസ്ഥ, ഓപ്ഷൻ സി അനുകൂലനം, ഓപ്ഷൻ ഡി പരസ്പര ബന്ധം. ഏതിന്റെ ഡെഫിനിഷനാ മക്കളെ അവിടെ കൊടുത്തിരിക്കുന്നത്? ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും. ജീവനുള്ള ഘടകങ്ങൾ ഏതൊക്കെയാണ്? മൃഗങ്ങൾ, പക്ഷികൾ, മനുഷ്യർ, ഇതൊക്കെ ജീവനുള്ള ഘടകങ്ങളാല്ലേ, ജന്തുക്കളൊക്കെ. ദെൻ ജീവനില്ലാത്ത ഘടകങ്ങളോ? സൂര്യപ്രകാശം, വായു, വെള്ളം, ഇതെല്ലാം ജീവനില്ലാത്ത ഘടകങ്ങളാ. ഇവയെല്ലാം പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്ന ചുറ്റുപാടിനെ നമ്മൾ എന്താ പറയാ? ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോസിസ്റ്റം അല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആവാസ വ്യവസ്ഥ. താഴെ പറയുന്നവയിൽ ആവാസത്തിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ പുഴ, ഓപ്ഷൻ ബി കാട്, ഓപ്ഷൻ സി കുളം, ഓപ്ഷൻ ഡി ഉൽക്ക. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? പുഴയിലും കാടിലും കുളത്തിലും ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പരാശ്രയത്വത്തിൽ കഴിയുന്നുണ്ട് അല്ലേ? എന്നാ ഉൽക്കയിലോ? ഉൽക്കയിൽ അങ്ങനെയാണോ? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ? ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം അല്ലാത്തതാണ് ചോദിച്ചത്. അപ്പൊ ഏതായിരിക്കും ശരിയായ ഉത്തരം? ഓപ്ഷൻ ഡി ഉൽക്ക. ആവാസത്തിൽ അതിജീവനത്തിന് ഒരു ജീവിയെ സഹായിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ഭക്ഷണം, ഓപ്ഷൻ ബി വാസസ്ഥലം, ഓപ്ഷൻ സി അനുകൂലനം, ഓപ്ഷൻ ഡി കുടിയേറ്റം. ഏതായിരിക്കും മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി അനുകൂലനം. എന്താ മക്കളെ അനുകൂലനം എന്ന് പറഞ്ഞാല്? ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകമായിട്ടുള്ള ശാരീരിക സവിശേഷതയാണ് അനുകൂലനം എന്ന് പറയുന്നത്. അപ്പോൾ അതിജീവനത്തിന് ഒരു ജീവിയെ സഹായിക്കുന്നത് എന്താണ്? അനുകൂലനം. കള്ളിമുൾ ചെടിയുടെ ഏതു ഭാഗത്താണ് ജലനഷ്ടം കുറയ്ക്കാൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ പൂക്കൾ, ഓപ്ഷൻ ബി തണ്ട്, ഓപ്ഷൻ സി വേരുകൾ, ഓപ്ഷൻ ഡി ഫലങ്ങൾ. എവിടെയാ മക്കളെ കള്ളിമുൾ ചെടി വളരാ? മരുഭൂമിയിലാണല്ലേ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളെ നമ്മൾ സെറോഫൈറ്റ് അല്ലെങ്കിൽ മരുരൂഹങ്ങൾ എന്നാ പറയുന്നത് അല്ലേ. ഇത്തരം സസ്യങ്ങളിൽ തണ്ടിലാണ് ജലാംശം ശേഖരിച്ചു വെക്കുന്നത്. തണ്ടിന്റെ ഉപരിതലത്തിൽ മെഴുകു പോലുള്ള ഒരു വാക്സി കോട്ടിംഗ്, ഒരു ആവരണമുണ്ട്. ഈ ആവരണമാണ് ജലനഷ്ടം തടയുന്നത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി തണ്ട്. തണുപ്പ് പ്രദേശങ്ങളിലെ ജന്തുക്കളിൽ സാധാരണ കാണപ്പെടുന്നത്? ഓപ്ഷൻ എ നേർത്ത രോമം, ഓപ്ഷൻ ബി കൂർത്ത നഖങ്ങൾ, ഓപ്ഷൻ സി കട്ടിയുള്ള രോമം, ഓപ്ഷൻ ഡി നിറമുള്ള തൂവലുകൾ. ഉത്തരം ഓപ്ഷൻ സി കട്ടിയുള്ള രോമം. താഴെ പറയുന്നവയിൽ ഏത് മൃഗത്തിനാണ് മണലിൽ സഞ്ചരിക്കാൻ വിസ്തൃതമായ കുളമ്പുകൾ ഉള്ളത്? ഓപ്ഷൻ എ ആന, ഓപ്ഷൻ ബി നായ, ഓപ്ഷൻ സി ഒട്ടകം, ഓപ്ഷൻ ഡി ജിറാഫ്. ഏത് മൃഗമാണ് മക്കളെ സാധാരണ മണലിലൂടെ സഞ്ചരിക്കുന്നത്? ഒട്ടകമാണ് അല്ലേ. ഒട്ടകത്തിന്റെ കാൽ എങ്ങനെയാണ്? വൈഡ് ആൻഡ് പാഡഡ് ഫീറ്റ് ആണ് അല്ലേ. വീതിയുള്ളതും പരന്നതുമായ പാദങ്ങളാണ്. ഇത് മണലിൽ കാലുകൾ താഴുന്നത് തടയുന്നു. താറാവുകൾക്ക് തോൽപാദങ്ങൾ ഉള്ളതിന്റെ ശരിയായ കാരണം എന്താണ്? ഓപ്ഷൻ എ പറക്കുന്നതിന്, ഓപ്ഷൻ ബി മരം കയറുന്നതിന്, ഓപ്ഷൻ സി നീന്തുന്നതിന്, ഓപ്ഷൻ ഡി വേഗത്തിൽ ഓടുന്നതിന്. ഉത്തരം ഓപ്ഷൻ സി നീന്തുന്നതിന്. താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ കള്ളിമുൾ ചെടിക്ക് വീതിയുള്ള പരന്ന ഇലകളുണ്ട്. ഓപ്ഷൻ ബി പെൻഗ്വിൻ തണുപ്പുള്ള സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. ഓപ്ഷൻ സി തവളകൾക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. ഓപ്ഷൻ ഡി ഒട്ടകം ശരീരത്തിൽ ജലാംശം ഒട്ടും നഷ്ടപ്പെടാതെ കരുതി വെക്കുന്നു. ഏതാണ് മക്കളെ തെറ്റായ പ്രസ്താവന?
ഫസ്റ്റ് ഓപ്ഷൻ എ നോക്കിയേ. കള്ളിമുൾ ചെടിക്ക് വീതിയുള്ള പരന്ന ഇലകളുണ്ട്. കള്ളിമുൾ ചെടി എന്ന് പറഞ്ഞാല് മരുഭൂമിയിൽ ഉണ്ടാവുന്ന സസ്യമാണ്, സെറോഫൈറ്റ് ആണ്. അതിനെങ്ങനെയാണ് അതിന്റെ പ്രത്യേകതകൾ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചെറിയ ഇലകളോ ഇലകളില്ലാത്തതോ മുള്ളുള്ളതോ ആയിരിക്കും എന്നുള്ളത് അല്ലെ. അപ്പൊ അവിടെ വീതിയുള്ള പരന്ന ഇലകൾ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഓപ്ഷൻ എ തന്നെ തെറ്റാണ്. ദെൻ ഓപ്ഷൻ ബിയും സിയും ഡിയും കറക്റ്റ് ആണ് അല്ലെ. പെൻഗിന് തണുപ്പുള്ള സ്ഥലത്താണ് ജീവിക്കുന്നത്. തവളകൾ കരയിലും വെള്ളത്തിലും ജീവിക്കാൻ കഴിയും. അതുപോലെ ഒട്ടകത്തിന് ജലാംശം ഒട്ടും നഷ്ടപ്പെടാതെ ജലാംശം നഷ്ടപ്പെടാതെ കരുതി വെക്കാൻ കഴിയും. കറക്റ്റായ പ്രസ്താവനയാണ്. അങ്ങനെയെങ്കിൽ ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ എ, കള്ളിമുൾ ചെടിക്ക് വീതിയുള്ള പരന്ന ഇലകളുണ്ട്. താഴെ പറയുന്ന ജീവികളിൽ മരുഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ചെറിയ ജീവി ഏതാണ്? ഓപ്ഷൻ എ കങ്കാരു, ഓപ്ഷൻ ബി കങ്കാരു എലി, ഓപ്ഷൻ സി ഒട്ടകം, ഓപ്ഷൻ ഡി എലി. ഉത്തരം ഓപ്ഷൻ ബി കങ്കാരു എലി. ഒട്ടകവും അതുപോലെ കങ്കാരു എലിയും മരുഭൂമിയിലുള്ള ജീവികളാണ്. പക്ഷെ ഏറ്റവും ചെറിയ ജീവി ചോദിച്ചതിനാല് നമ്മൾ ഓപ്ഷൻ ബി കങ്കാരു എലിയാണ് കറക്റ്റ് ആൻസർ. മരുഭൂമിയിൽ വളരാൻ പൊരുത്തപ്പെട്ടിരിക്കുന്ന സസ്യം ഏതാണ്? ഓപ്ഷൻ എ താമര, ഓപ്ഷൻ ബി വാഴ, ഓപ്ഷൻ സി കള്ളിമുൾ ചെടി, ഓപ്ഷൻ ഡി റോസ്. ഏതാണ് മക്കളെ സെറോഫൈറ്റ് അഥവാ മരുരൂഹം? ഓപ്ഷൻ സി കള്ളിമുൾ ചെടിയാണ് അല്ലെ. മരുസസ്യങ്ങളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ഓപ്ഷൻ എ അവയ്ക്ക് മൃദുവായ വലിയ ഇലകളുണ്ട്. ഓപ്ഷൻ ബി അവയ്ക്ക് ധാരാളം ജലം ആവശ്യമാണ്. ഓപ്ഷൻ സി അവ കാണ്ഡത്തിൽ ജലം ശേഖരിക്കുന്നു. ഓപ്ഷൻ ഡി അവ ജലത്തിൽ മാത്രമേ വളരുകയുള്ളൂ. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി അവ കാണ്ഡത്തിൽ ജലം ശേഖരിക്കുന്നു. നിറമാറ്റം എന്ന അനുകൂലനം ജന്തുക്കളെ ഏത് വിധത്തിൽ സഹായിക്കുന്നു? ഓപ്ഷൻ എ മറ്റുള്ളവരെ ആകർഷിക്കാൻ, ഓപ്ഷൻ ബി നിറമുള്ളതായി മാറാൻ, ഓപ്ഷൻ സി ജന്തുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ, ഓപ്ഷൻ ഡി കുടിയേറ്റത്തിന്. ഉത്തരം ഓപ്ഷൻ സി ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ. ഓന്ത് നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ? അവർ എവിടെയാണോ ഇരിക്കുന്നത് അതിന്റെ അതേ നിറാണല്ലേ അവര് സ്വീകരിക്കുക. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ശത്രുക്കൾക്ക് പെട്ടെന്ന് അവരെ കണ്ടെത്താൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ശത്രുക്കളിൽ നിന്നും രക്ഷപ്പെടാൻ. തവളകൾ ഉഭയജീവികളാണ് എന്ന് പറയാൻ കാരണം എന്ത്? ഓപ്ഷൻ എ അവ കരയിൽ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഓപ്ഷൻ ബി അവയ്ക്ക് ശീതരക്തമാണ്. ഓപ്ഷൻ സി അവ മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. ഓപ്ഷൻ ഡി അവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. എന്താ മക്കളെ ഉഭയജീവികൾ എന്ന് പറഞ്ഞാല്? കരയിലും വെള്ളത്തിലുമായിട്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടെല്ലുള്ള ജീവികളെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഉഭയജീവികൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി അവ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നു. ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ എ താറാവ്, തുഴയാൻ സഹായിക്കുന്ന നീണ്ട വാൽ. ഓപ്ഷൻ ബി പരുന്ത്, നീളമേറിയ കാലുകൾ, നീളം കൂടിയ കഴുത്ത്. ഓപ്ഷൻ സി തവള, ബലമേറിയ പിൻകാലുകൾ. ഓപ്ഷൻ ഡി ആമ, ശൽക്കങ്ങൾ ഉപയോഗിച്ച് സഞ്ചരിക്കുന്നു. അപ്പം ശരിയായ ജോഡിയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതേണ്ടത്. ഉത്തരം ഓപ്ഷൻ സി തവള, ബലമേറിയ പിൻകാലുകൾ. ജലസസ്യങ്ങളിൽ പെടാത്തതേത്? ഓപ്ഷൻ എ കുളവായ, ഓപ്ഷൻ ബി താമര, ഓപ്ഷൻ സി ആഫ്രിക്കൻ പായൽ, ഓപ്ഷൻ ഡി കറുക. ഉത്തരം ഓപ്ഷൻ ഡി കറുക. കുളവാഴയും താമരയും ആഫ്രിക്കൻ പായലുമെല്ലാം ജലസസ്യങ്ങളാണ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ ആവാസങ്ങളിൽ ജന്തുക്കൾ മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ജന്തുക്കൾക്ക് ഏത് ആവാസത്തിലും അതിജീവിക്കാൻ കഴിയും. ഓപ്ഷൻ സി ജീവിയുടെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ആവാസത്തിൽ ഉണ്ടാകില്ല. ഓപ്ഷൻ ഡി ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ ആവാസം. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടാണ് അതിന്റെ ആവാസം. ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ എ വായു, ഓപ്ഷൻ ബി സൂര്യപ്രകാശം, ഓപ്ഷൻ സി വെള്ളം, ഓപ്ഷൻ ഡി ചെടി.
ഉത്തരം ഓപ്ഷൻ ഡി ചെടി. എന്തുകൊണ്ടാ മക്കളെ ചെടി വേറിട്ട് നിൽക്കുന്നത്? വായുവും സൂര്യപ്രകാശവും വെള്ളവും അജീവീയ ഘടകങ്ങളാണ്, ജീവനില്ലാത്ത ഘടകങ്ങളാണ് അല്ലെ. ചെടി എന്താണ്? ജീവീയ ഘടകങ്ങളാണ്, ജീവനുള്ള വസ്തുവാണ്. ഓക്കെ. വയലുകളുടെ നാശവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്ന് കണ്ടെത്തൂ. ഓപ്ഷൻ എ അനേകം ചെറുജീവികൾ നശിക്കുന്നു. ഓപ്ഷൻ ബി മണ്ണൊലിപ്പുണ്ടാവുന്നു. ഓപ്ഷൻ സി സമീപ പ്രദേശങ്ങളിൽ ജലക്ഷാമം അനുഭവപ്പെടുന്നു. ഓപ്ഷൻ ഡി മണ്ണ് ഫലഭൂഷ്ടമാകുന്നു. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി മണ്ണ് ഫലഭൂഷ്ടമാകുന്നു. അനുകൂലനത്തിന് ശരിയായ ഉദാഹരണം ഏത്? ഓപ്ഷൻ എ തത്ത, തോൽപാദങ്ങൾ. ഓപ്ഷൻ ബി മത്സ്യം, പൊള്ളയായ അസ്ഥികൾ. ഓപ്ഷൻ സി ഒട്ടകം, കൊഴുപ്പ് ശേഖരിക്കാൻ മുതുകിൽ പൂഞ്ഞ. ദെൻ ഓപ്ഷൻ ഡി മൂങ്ങ, ചെതുമ്പൽ. ഉത്തരം ഓപ്ഷൻ സി ഒട്ടകം, കൊഴുപ്പ് ശേഖരിക്കാൻ മുതുകിൽ പൂഞ്ഞ. മരുഭൂമി എന്ന ആവാസത്തിൽ സാധാരണഗതിയിൽ ഉള്ളത്. ഓപ്ഷൻ എ കനത്ത മഴ. ഓപ്ഷൻ ബി നിബിഡ വനം. ഓപ്ഷൻ സി കുറഞ്ഞ ജലവും കൂടിയ താപനിലയും. ഓപ്ഷൻ ഡി വർഷം മുഴുവൻ മഞ്ഞ്. ഉത്തരം ഓപ്ഷൻ സി കുറഞ്ഞ ജലവും കൂടിയ താപനിലയും. എങ്ങനെയാണ് മരുഭൂമി ഉള്ളത് മക്കളെ? നല്ല ഉയർന്ന താപനിലയാണല്ലേ, നല്ല ചൂടാണല്ലേ. മഴ ലഭിക്കുമോ മരുഭൂമിയിൽ? അങ്ങനെ ഇല്ല അല്ലെ. അപ്പൊ ഓപ്ഷൻ സി കുറഞ്ഞ ജലവും കൂടിയ താപനിലയും. ഉഗ്രപുരം ഗ്രാമത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. ഇതിൽ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നത് ഏതെല്ലാമാണെന്ന് കണ്ടെത്തി എഴുതൂ. ഓപ്ഷൻ എ കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു. ഓപ്ഷൻ ബി വയലുകൾ മണ്ണിട്ട് നികത്തുന്നു. ഓപ്ഷൻ സി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ഓപ്ഷൻ ഡി കുളങ്ങൾ സംരക്ഷിക്കുന്നു. ഓപ്ഷൻ ഇ കീടനാശിനികൾ ഗ്രാമത്തിൽ ഉപയോഗിക്കുന്നില്ല. ഓപ്ഷൻ എഫ് പാതയോരത്ത് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു. ഉത്തരം കുന്നുകൾ ഇടിച്ചു നിരത്തുന്നു, വയലുകൾ മണ്ണിട്ട് നികത്തുന്നു, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടുന്നു. ഈ 3 കാര്യങ്ങളാണ് പ്രകൃതിക്ക് ദോഷകരമായി ബാധിക്കുന്ന കാര്യങ്ങൾ. താഴെ പറയുന്നവയിൽ ആവാസ വ്യവസ്ഥയുടെ ഘടകം അല്ലാത്തതേത്? ഓപ്ഷൻ എ മണ്ണ്. ഓപ്ഷൻ ബി വായു. ഓപ്ഷൻ സി മരം. ഓപ്ഷൻ ഡി കസേര. ഉത്തരം ഓപ്ഷൻ ഡി കസേര. താഴെ പറയുന്നവയിൽ ജീവീയ ഘടകം ഏതാണ്? ജീവനുള്ളത് ഏതാണ്? ഓപ്ഷൻ എ ജലം. ഓപ്ഷൻ ബി വായു. ഓപ്ഷൻ സി സസ്യം. ഓപ്ഷൻ ഡി സൂര്യപ്രകാശം. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി സസ്യം. താഴെ പറയുന്നവയിൽ പ്രകൃതിയുടെ സന്തുലനം നിലനിർത്താൻ സഹായിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ വനനശീകരണം. ഓപ്ഷൻ ബി മലിനീകരണം. ഓപ്ഷൻ സി വനസംരക്ഷണം. ഓപ്ഷൻ ഡി മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. ഉത്തരം ഓപ്ഷൻ സി വനസംരക്ഷണം. താഴെ പറയുന്നവയിൽ അജീവീയ ഘടകം ഏതാണ്? ഓപ്ഷൻ എ പക്ഷി. ഓപ്ഷൻ ബി മരം. ഓപ്ഷൻ സി പ്രാണി. ഓപ്ഷൻ ഡി സൂര്യപ്രകാശം. അപ്പൊ ജീവനില്ലാത്ത ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി സൂര്യപ്രകാശം. ചെടികളും പ്രാണികളും മണ്ണും ഉൾപ്പെട്ട ഒരു പൂന്തോട്ടം എന്താണ്? ഓപ്ഷൻ എ ഒരു യന്ത്രം. ഓപ്ഷൻ ബി ഒരു ആവാസ വ്യവസ്ഥ. ഓപ്ഷൻ സി ഒരു അലങ്കാരം. ഓപ്ഷൻ ഡി ഒരു തോട്ടം മാത്രം. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി ഒരു ആവാസ വ്യവസ്ഥ. ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത വസ്തുക്കളും പരസ്പരം ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ അല്ലെ. ഇപ്പൊ ചെടികളും പ്രാണികളൊക്കെ ജീവീയ ഘടകങ്ങളും മണ്ണ് എന്താണ്? അജീവീയ ഘടകങ്ങളും. ഇവ ഉൾപ്പെട്ടത് എന്താണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക? ഓപ്ഷൻ ബി ഒരു ആവാസ വ്യവസ്ഥ. മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം ഏതാണ്? ഓപ്ഷൻ എ വനം. ഓപ്ഷൻ ബി നദി. ഓപ്ഷൻ സി അക്വേറിയം. ഓപ്ഷൻ ഡി മരുഭൂമി. മനുഷ്യൻ നിർമ്മിക്കുന്ന ആവാസ വ്യവസ്ഥയാണ് അല്ലെ. മനുഷ്യനിർമ്മിത ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാലേ ഇപ്പൊ ഏതായിരിക്കും കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ സി അക്വേറിയം. വനവും നദിയും മരുഭൂമിയും എല്ലാം പ്രകൃതിദത്തമാണ് അല്ലെ. ഏത് ആവാസ വ്യവസ്ഥയിലും ഊർജത്തിന്റെ പ്രധാന ഉറവിടം ഏതാണ്?
ഓപ്ഷൻ എ സൂര്യൻ, ഓപ്ഷൻ ബി വൈദ്യുതി, ഓപ്ഷൻ സി നിലാവ്, ഓപ്ഷൻ ഡി മണ്ണ്. ഏതാണ് മക്കളെ കറക്റ്റ് ആൻസർ? ഊർജത്തിന്റെ പ്രധാന കേന്ദ്രം എവിടെ നിന്നാണ് നമുക്ക് ഊർജം ലഭിക്കുന്നത്? സൂര്യനിൽ നിന്നാണ് അല്ലേ? അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ എ സൂര്യൻ. ഒരു ആവാസ വ്യവസ്ഥയിൽ സസ്യങ്ങളുടെ പങ്ക് എന്താണ്? ഓപ്ഷൻ എ ശബ്ദം ആഗിരണം ചെയ്യുന്നു, ഓപ്ഷൻ ബി ഓക്സിജനും ഭക്ഷണവും നൽകുന്നു, ഓപ്ഷൻ സി പ്രാണികളെ നശിപ്പിക്കുന്നു, ഓപ്ഷൻ ഡി സൂര്യനെ മറക്കുന്നു. ഒരു ആവാസ വ്യവസ്ഥയില് ശുദ്ധമായ വായുവും ഭക്ഷണവും നൽകുന്നത് ആരാണ് മക്കളെ? അത് സസ്യങ്ങളാണല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ ഏതാ വരിക? ഓപ്ഷൻ ബി ഓക്സിജനും ഭക്ഷണവും നൽകുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഓപ്ഷൻ എ ഒരു ആവാസ വ്യവസ്ഥയിൽ ജീവജാലങ്ങൾ മാത്രമേ കാണപ്പെടുന്നുള്ളൂ, ഓപ്ഷൻ ബി വനം ഒരു ആവാസ വ്യവസ്ഥയല്ല, ഓപ്ഷൻ സി അജൈവ വസ്തുക്കൾക്ക് പ്രാധാന്യമില്ല, ഓപ്ഷൻ ഡി ജീവജാലങ്ങളും അജൈവ വസ്തുക്കളും ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാ. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ അല്ലെ? അങ്ങനെ വരുമ്പോ ഏതായിരിക്കും നമ്മളുടേത് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ജീവജാലങ്ങളും അജൈവ വസ്തുക്കളും ഉൾപ്പെട്ടതാണ് ആവാസ വ്യവസ്ഥ. സസ്യങ്ങൾക്ക് ഭക്ഷണം പാകം ചെയ്യാൻ വേണ്ട ഏറ്റവും പ്രധാന വാതകം ഏതാണ്? ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി ഹൈഡ്രജൻ. ഭക്ഷണം പാകം ചെയ്യാൻ ഏത് വാതകമാണ് മക്കളെ വേണ്ടത്? ഉത്തരം ഓപ്ഷൻ സി കാർബൺ ഡൈ ഓക്സൈഡ്. താഴെ പറയുന്നവയിൽ ഏതാണ് വായുവിൽ ഓക്സിജന്റെ അളവ് നിലനിർത്താൻ സഹായിക്കുന്നത്? ഓപ്ഷൻ എ മരങ്ങൾ, ഓപ്ഷൻ ബി പാറകൾ, ഓപ്ഷൻ സി കെട്ടിടങ്ങൾ, ഓപ്ഷൻ ഡി മണ്ണ്. ഏതാ മക്കളെ ഉത്തരായി വരുന്നത്? അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിച്ചിട്ടാണ് സസ്യങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നത് അല്ലേ? അങ്ങനെ അവർ ഭക്ഷണം പാകം ചെയ്തതിന്റെ ഫലമായിട്ട് അവർ പുറത്തേക്ക് വിടുന്ന അന്തരീക്ഷത്തിലേക്ക് വിടുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അപ്പൊ വായുവിൽ ഓക്സിജന്റെ അളവ് നിലനിർത്താൻ ആരാണ് സഹായിക്കുന്നത്? സസ്യങ്ങളല്ലേ? അപ്പൊ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ മരങ്ങൾ. താഴെ പറയുന്നവയിൽ ഏതാണ് ജല ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണം? ഓപ്ഷൻ എ മരുഭൂമി, ഓപ്ഷൻ ബി സമുദ്രം, ഓപ്ഷൻ സി മല, ഓപ്ഷൻ ഡി പൂന്തോട്ടം. ജല ആവാസ വ്യവസ്ഥയാണ് അല്ലേ? എവിടെയാ ജലം ഉള്ളത്? സമുദ്രത്തിലല്ലേ? അപ്പൊ ആൻസർ ഈസ് ഓപ്ഷൻ ബി സമുദ്രം. ജീവിയ ഘടകങ്ങളും അജീവീയ ഘടകങ്ങളും ഒരുമിച്ച് കാണപ്പെടുന്ന സ്ഥലത്തെ എന്താണ് വിളിക്കുന്നത്? ഓപ്ഷൻ എ കെട്ടിടം, ഓപ്ഷൻ ബി കളിസ്ഥലം, ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ, ഓപ്ഷൻ ഡി കുളം. നമ്മൾ എത്രയോ പ്രാവശ്യം ഡിസ്കസ് ചെയ്തതാ അല്ലേ? ഏതാണ് ഉത്തരം? ഓപ്ഷൻ സി ആവാസ വ്യവസ്ഥ. ഒരു ജീവിയുടെ സവിശേഷതകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ജീവി ഏതെന്ന് കണ്ടെത്തൂ. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നു. വെള്ളം കുടിക്കാതെ ദിവസങ്ങളോളം ജീവിക്കാൻ കഴിയുന്നു. മുതുകിലെ പൂഞ്ഞിയിൽ കൊഴുപ്പ് സംഭരിക്കുന്നു. ഏതാ മക്കളെ? ഏത് ജീവിയാണ്? ഉത്തരം ഒട്ടകം. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു സന്തുലിത ആവാസ വ്യവസ്ഥയ്ക്ക് മികച്ച ഉദാഹരണം? ഓപ്ഷൻ എ മലിനീകരിക്കപ്പെട്ട തടാകം, ഓപ്ഷൻ ബി സ്വാഭാവികമായ വനം, ഓപ്ഷൻ സി വ്യാവസായിക മേഖല, ഓപ്ഷൻ ഡി വിജനമായ നഗരം. ഏതാ മക്കളെ കറക്റ്റ് ആൻസർ? എന്താ സന്തുലിത ആവാസ വ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞാല്? എല്ലാ ജീവജാലങ്ങൾക്കും അവർക്ക് ആവശ്യമായ വിഭവങ്ങളും അനുയോജ്യമായ ജീവിത സാഹചര്യങ്ങളും ഉള്ള ആവാസ വ്യവസ്ഥ. അപ്പൊ ഏതായിരിക്കും ഇതിൽ വരിക? മലിനീകരിക്കപ്പെടുന്ന തടാകത്തിൽ എല്ലാ ജീവികൾക്കും ആവശ്യമായ വിഭവം അനുയോജ്യമായ ജീവിത സാഹചര്യം ഉണ്ടോ? ഇല്ല. വ്യവസായിക മേഖലകളിലും നഗരങ്ങളിലും അതുപോലെ ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ എവിടെയാ ഉണ്ടാവുക? നമ്മുടെ വനം അല്ലെ, കാട്ടില്. അപ്പൊ ഏതാ ഉത്തരായി വരിക? ഓപ്ഷൻ ബി സ്വാഭാവികമായ വനം. ഒരു മലയിലെ വൃക്ഷങ്ങളെല്ലാം വെട്ടി നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഓപ്ഷൻ എ മലിനീകരണം കുറയും, ഓപ്ഷൻ ബി മണ്ണൊലിപ്പുണ്ടാവും, ഓപ്ഷൻ സി വായു കൂടുതൽ ശുദ്ധമാവും, ഓപ്ഷൻ ഡി മൃഗങ്ങൾ കൂടുതലായും വളരും. വൃക്ഷങ്ങൾ എന്താ മക്കളെ ശരിക്കും ചെയ്യുന്നത്? മണ്ണിനെ പിടിച്ചു നിർത്തുകയാണ് അല്ലെ? വൃക്ഷങ്ങളെ വേരുകള് മണ്ണ് ഒലിച്ചു പോവാതെ
പിടിച്ചു നിർത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ മരങ്ങളെല്ലാം നമ്മൾ വെട്ടി നശിപ്പിച്ച എന്ത് സംഭവിക്കും? ആ മണ്ണെല്ലാം ഒലിച്ചു പോകൂലേ? അപ്പൊ ഏതാ കറക്റ്റ് ആൻസർ വരിക? ഓപ്ഷൻ ബി, മണ്ണൊലിപ്പ് ഉണ്ടാകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ തീർച്ചയായും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.